മാസ് മോട്ടോഴ്സ് മഞ്ഞപ്പുറ നമ്മുടെ ഹീറോ സ്പ്ലെൻഡർ പ്ലസ് ആണ് ലേറ്റസ്റ്റ് പുതിയ മോഡൽ BS6 മോഡൽ വണ്ടി. അപ്പോൾ നമ്മൾ ജനറൽ സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനർ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക് ലൈനറൊക്കെ നല്ല ലൈനറാണ്, അത് കുഴപ്പമൊന്നുമില്ല. എയർ ഫിൽറ്റർ ആയാലും പുതിയ ഫിൽറ്ററാണ്, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല കേട്ടോ, മാറ്റാനുള്ള കണ്ടീഷനൊന്നും ആയില്ല. പിന്നെ ചെയിനൊക്കെ ചെറിയൊരു ലൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്കത് ഈ സൈഡിൽ നിന്ന് ചെറിയൊരു ഓയിലേക്ക് ഉണ്ട്, ഈ പ്ലഗ് റബ്ബറിൻ്റെ ഈ റബ്ബറിൻ്റെയാണ് കേട്ടോ. അതൊന്ന് മാറ്റിയിട്ട് ഞാൻ ഓയിൽ വീഡിയോസ് റെഡി ആക്കും. പിന്നെ നമുക്ക് എൻജിൻ ഓയിൽ മാറണമുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ വണ്ടി ഓടിച്ച് നോക്കുമ്പോഴല്ലോ നമുക്ക് ഈ ക്ലച്ചിൻ്റെ ഈ ഭാഗത്ത് ഈ ക്ലച്ച് കേബിൾ നല്ല ടൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ചില സമയങ്ങളിൽ ഗിയർ ഇടാൻ നേരത്ത് കറക്റ്റ് ഒരു ഇത് കിട്ടാത്തൊരു കണ്ടീഷനിൽ ചെറിയൊരു ടൈറ്റ് പോലെ കാണിക്കുന്നുണ്ട്. ക്ലച്ച് കേബിളിൻ്റെയാണത്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗവും നമ്മളൊന്ന് അഴിച്ചപ്പോൾ ബാക്ക് വീൽ അഴിച്ചുകൊണ്ടാണ് ഫ്രണ്ട് കൂടി അഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ റീസെറ്റ് ആക്കി. പിന്നെ അതേപോലെ പ്ലഗിൻ്റെ കേസൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്, പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്, വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ്, ഇടയ്ക്ക് സെൽഫ് കുറയ്ക്കണതിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, സെൽഫ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് 4 ആമ്പിയറിൻ്റെ 12 വോൾട്ട് ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ടും അതിൻ്റെ ബാറ്ററി ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട്. വോൾട്ട് ചെക്കപ്പ് ചെയ്യുമ്പോൾ 12.28 ഉണ്ട്. 12 വോൾട്ട് ബാറ്ററിയാണ്, വോൾട്ട് കറക്റ്റാണ്. പക്ഷേ നമ്മളത് ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോഴല്ല സെൽ ഡാമേജ് ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ബാറ്ററി ഡാമേജ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടാണ് ആ സെൽഫിൻ്റെ പ്രോബ്ലം വന്നത്. ഇതിപ്പോൾ എന്നാലും കുറച്ച് ഓടുമ്പോഴൊക്കെ വണ്ടി സെൽഫ് എടുക്കുന്നുണ്ട്, പക്ഷേ തൊട്ടടുത്ത് തന്നെ നമുക്ക് സെൽഫിൻ്റെ ഒട്ടെടുക്കാത്തൊരു കണ്ടീഷനിലേക്ക് കാണിക്കും ഇതിനകത്ത് കേട്ടോ. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് വരും. അപ്പോൾ തൽക്കാലം ഈ രീതി തന്നെ ചെയ്യാം നമുക്ക്. അതിനുശേഷം അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബാറ്ററി മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ. ഏകദേശം ഒരു ആംബ്രോൻ്റെ ബാറ്ററി എന്ന് പറയുമ്പോൾ 4 ആമ്പിയറിൻ്റെ ബാറ്ററി ഒക്കെ വരുമ്പോൾ ഒരു 1350 രൂപ ആ റേഞ്ചൊക്കെ വരും. പഴയ ബാറ്ററിയുടെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ റേറ്റിൽ വേരിയേഷൻ ഉണ്ടാവും, റേറ്റ് കുറയും. അപ്പോൾ അതാണ് സെൽഫിൻ്റെ പ്രോബ്ലം കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ i3Sൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അങ്ങനെ വേറെ പ്രശ്നം തോന്നുന്നില്ല. നമുക്ക് ഇവിടുത്തെ ഈ ക്ലച്ചിൻ്റെ ഈ സൈഡിലെ സ്വിച്ചിൻ്റെ ചെറിയൊരു ലൂസ് കോൺടാക്റ്റ് പോലെയാണ്, അത് കറക്റ്റ് ആ ക്ലിപ്പ് ലൂസായിട്ടാണുള്ള ഒരു പ്രശ്നമാണ് കാണിച്ചത്. അല്ലാതെ വേറെ കംപ്ലയിൻ്റ് ഇല്ല. അത് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ വർക്കിംഗ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നിലവിൽ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഞാൻ ഒരു ഡീറ്റെയിൽസ് അയച്ചു തരാം. ആ ക്ലച്ചിൻ്റെ കേബിളും കൂടി പെടുത്തിയിട്ട് കേട്ടോ. ക്ലച്ച് കേബിൾ എന്തെങ്കിലും നമുക്ക് മാറ്റണം, ടൈറ്റാണ്. അപ്പോൾ അത് പെടുത്തിയിട്ടുള്ളൂ. ബാറ്ററിയുടെ അത് നമ്മൾ കൂട്ടണില്ല, ബാറ്ററി ടെസ്റ്റ് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ.